എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമുടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അൻസയും വിനോദം കൂടെ നിൽക്കുകയാണ്. കാരണം പകുതി വഴി എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പൊ ഒരു കാടിന്റെ നടുവിലാണ് കാടിന്റെ നടുവിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പൊ എന്ത് ചെയ്യുന്ന അറിയില്ല. പിന്നീട് അവർ രണ്ടുപേരും കൂടെ ഡോറ് തുറന്ന് പുറത്തിറങ്ങുവാണ്. വിനോദിന് വന്നിട്ട് അനസൂയ ചോദിച്ചു, എന്ത് ചെയ്യും വിനോദേട്ടാ, ഇനി നമ്മൾ എങ്ങോട്ട് പോകുന്നു ചോദിക്കുകയാണ്. എന്തേ, വഴി മൊത്തം തടസ്സങ്ങളാണല്ലോ കാണുന്നത്. അതിനർത്ഥം എന്താ? നമ്മുടെ ഉണ്ണിമോള് ഇനി ഒരിക്കലും രക്ഷപ്പെടല്ല, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ശിവഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ എത്തല്ല, അങ്ങനെയാണോ ഇതിന്റെ അർത്ഥം? അങ്ങനെയല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടാൻ വിനോദ് പറഞ്ഞു, എന്നും പറഞ്ഞ് നമുക്ക് പിന്തിരിയാൻ പറ്റില്ലല്ലോ എന്ന് പറയണം. പിന്നീട് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഏതൊരു വണ്ടി വരുവാണെങ്കിൽ കൈ കാണിച്ച് നമുക്ക് അതിൽ കയറി പോകാനായിട്ട് സാധിക്കുമായിരുന്നു പറയാം. അപ്പൊ വിനോദ് പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു പക്ഷേങ്കില് ഇനിയിപ്പൊ പണിക്കർക്കോ അല്ലെങ്കിൽ ഗിരിദേവനെ തെറ്റിപ്പോയതാണെങ്കിലോ, ദൈവങ്ങൾക്ക് പോലും ചിലപ്പോൾ തെറ്റുപറ്റി പോകാറില്ലേ? ദേ ഉണ്ണിമോക്കൊരു ജലദോഷപ്പനി വന്നാൽ പോലും സഹിക്കാത്ത അമ്മയാണ്. ആ അമ്മയ്ക്ക് ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എന്തുമാത്രം വിഷമാകുമെന്നറിയാവോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കാരണവശാലും ഉണ്ണിമോൾക്കൊന്നും സംഭവിക്കത്തില്ല. ചിലപ്പോൾ ഗിരിദേവന് തെറ്റുപറ്റി പോയതായിരിക്കും എന്ന് പറയാം, അല്ലെങ്കിൽ ദൈവങ്ങൾക്ക് തെറ്റുപറ്റി പോയതായിരിക്കും എന്ന് പറയാം. പെട്ടെന്ന് തന്നെ അനസു പറഞ്ഞു, അങ്ങനെ ഒരിക്കലും തെറ്റുപറ്റി പോയില്ല, അത് ഗിരിദേവന്. അതെന്താ നീ അങ്ങനെ പറയാൻ കാരണം? അത് പിന്നെ വിനോദേട്ട എന്ന് പറഞ്ഞിട്ട് അനസു പിന്നെ ആ കാര്യം കൂടെ പറയണം. അത് ഗിരിദേവൻ പോകുന്നതിന് മുമ്പ് കുറച്ച് പൂക്കൾ എൻ്റെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പൂക്കൾ വന്നിട്ട് പറഞ്ഞു, ഇത് ഉണ്ണിമോളാന്ന് സങ്കല്പിച്ചോളുക. ഈ പൂക്കള് വൈറ്റ് വെള്ള കളറുള്ള പൂക്കളാണ്. അത് ചുമന്ന കളറാകുന്ന സമയത്ത് മൊത്തം ചുമന്നായി കഴിയുമ്പോൾ ഉണ്ണിമോള് മരിച്ചു കഴിഞ്ഞെന്ന് കണക്ക് കൂട്ടിക്കൊള്ളാനാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുക. അതെ അങ്ങനെ പറഞ്ഞു. വിനോദേട്ടൻ അന്ന് കാണിച്ചില്ലേ ഈ പൂക്കള് ഏതാ എന്താന്നൊക്കെ എന്നോട് ചോദിച്ചില്ലായിരുന്നു. അപ്പൊ ആ പൂക്കള് തന്നെയാ. അതിനകത്ത് 2 പൂക്കൾ ചുമന്നു കഴിഞ്ഞു. അതിനർത്ഥം ഉണ്ണിമോള് മരണത്തോട് അടുത്തോണ്ടിരിക്കുകയെന്നാണല്ലോ എന്ന് പറയാണ്. എന്റെ അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കോ വിനോദ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? പണിക്കര് പറഞ്ഞ പോലെ നമുക്ക് ശിവഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് പോവാം. അവിടെ ചെന്ന് അത് അവരെ ശിവഭഗവാനെ പ്രാർത്ഥിക്കുക. അത് മാത്രമേ ഒരു വഴിയുള്ളെന്ന് പറയാം. ഇനിയിപ്പോ എന്ത് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ക്ഷേത്രം ഉണ്ടോന്ന് അറിയത്തില്ലോ. വിനോദാണ് അറിയാവുന്ന ചോദിക്കുക. വിനോദ് കുറെ സമയം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു ബോർഡ് കണ്ടിട്ടുണ്ട് ഒരു ശിവക്ഷേത്രത്തിന്റെ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് പോവാം. അല്ല വണ്ടിയൊന്നും ഇല്ലാതെ ഇനിയിപ്പോ വണ്ടിയൊന്നും നോക്കണ്ട, നമുക്ക് നടന്നെങ്കിൽ നടന്നു പോവാം. എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ഉണ്ണിമോൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണ്ടേന്ന് ചോദിക്കുക. അങ്ങനെ അവർ രണ്ടുപേരും നടക്കുവാണ്. കുറെ ദൂരം അങ്ങോട്ട് നടന്നു. ഈ സമയത്താണെങ്കിലോ മുത്തശ്ശി ആകെപ്പാടെ ടെൻഷൻ അടിച്ച് പൂജാമുറി നിൽക്കുക. എന്താണെന്നറിയത്തില്ല, എന്തോ ഒരു വിഷമം. പിന്നീട് മിനിയെ വിളിക്കുവാണ്. മിനി അങ്ങോട്ട് വന്നു. അല്ല ഈ അനസൂയയും വിനോദം കൂടെ എങ്ങോട്ട് പോയതാ? അപ്പൊ ഈ ക്ഷേത്രത്തിൽ പോയതാ. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്നലെ ആയുസിന്റെ ദീർഘായുസിന്റെ ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന കാര്യം അനസൂയ പറഞ്ഞ്. പിന്നീട് വിനോദനം കൂട്ടി രാവിലെ പോയി. അല്ല ഇവിടെ ഇത്ര ക്ഷേത്രം ഉണ്ടല്ലോ, ദേവി ക്ഷേത്രമുണ്ട്, മുരുകൻ ക്ഷേത്രമുണ്ട്, എല്ലാ ക്ഷേത്രമുണ്ട്, പിന്നെ ഇത്രയും ദൂരത്തേക്ക് അവർ പോകാൻ കാരണം എന്താന്ന് ചോദിക്കുക. ഇത് കേട്ടതും മിനി പറഞ്ഞു, അറിയില്ലമ്മേ, അതോ ഇനിയിപ്പൊ ഞാനെങ്ങാനും പെട്ടെന്ന് മരിച്ചു പോകുന്നെങ്ങാനും ആരെങ്കിലും അവരോട് പറഞ്ഞോ, അതുകൊണ്ടാണോന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. ഈ കിളവി മരിച്ചു പോയാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇത്ര പ്രായമൊക്കെ ആയില്ലേ, ഇനി ജീവിച്ചിടത്തോളം കാലം ഇനി എന്തായാലും ജീവിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ പേടിയൊന്നുമില്ല. പിന്നെ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. ഉണ്ണിമോളുടെ കാര്യത്തിൽ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം പണ്ടത്തെ അവളുടെ ആ ദാരിദ്ര്യ യോഗമൊക്കെ മാറിയല്ലോ. ഇപ്പൊ അവൾക്ക് നല്ല ഗതി. അവളോടൊപ്പം അയ്യപ്പസ്വാമി കൂട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉണ്ണിമോളുടെ കാര്യത്തിലും പേടിയില്ലെന്ന് പറയാം. ഇത് കേട്ടതും മിനിയുടെ കണ്ണു നിറഞ്ഞു. എന്തേലും പറയാൻ പറ്റുമോ? അല്ല നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അനസൂയ എങ്ങോട്ട് പോയതാ, എന്തിനു പോയതാന്നൊക്കെ. നിന്നോട് പറയാതെ അവൾ എന്തിനും പോകത്തില്ല. അല്ല എന്തിനാ പോയെന്ന് ചോദിക്കുകയാണ്. മിനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. അപ്പോഴാണ് ആദരമോളും അഖിൽമോനും അവർക്ക് അങ്ങോട്ട് ഓടി വരുന്നത്. അങ്ങനെ അവർ വന്ന് മുത്തശ്ശിനെ കെട്ടിപ്പിടിക്കുകയാണ്. ആഹാ എന്റെ മക്കള് വന്നോന്ന് ചോദിക്കുക. എന്തേ എന്റെ മക്കള് കൂടെ കുറച്ചാളും കൂടി ജീവിച്ചിട്ട് കണ്ണടയ്ക്കണം എന്ന് എന്റെ ആഗ്രഹം. അതിനുശേഷം എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് പറയാണ്. ഇത് കേട്ടത് ആദരമോള് ചോദിച്ചു, മുത്തശ്ശി എങ്ങോട്ട് പോകുന്ന കാര്യ പറഞ്ഞേ? അല്ല നമ്മൾ ഭൂമിയിലേക്ക് ഒരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോകണ്ടേ, അപ്പൊ അതിനെക്കുറിച്ചാ പറഞ്ഞേ. പക്ഷെ അതിനു മുമ്പ് എനിക്ക് എന്റെ കുട്ടികളുടെ കൂടെ കളിക്കണം. അതെ നിങ്ങളൊപ്പം ഇതേ ഈ മുത്തശ്ശിക്കും കളിക്കണം. അങ്ങനെ കളിച്ച് കൊതി തീർന്നിട്ടൊക്കെ വേണം, ആഗ്രഹങ്ങളൊക്കെ തീർന്നിട്ട് വേണം എനിക്ക് അങ്ങോട്ട് മുകളിലേക്ക് പോകാനായിട്ട്. ഉണ്ണിമോളും കൂടെ വരണം. അതിന് ഉണ്ണിമോളും കൂടെ വന്നിട്ട് വേണം നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി ഇരുന്നിട്ട് കളിക്കാനെന്നൊക്കെ പറയാം. ഇത് കേട്ട അഖിൽമാനും പറഞ്ഞു, അത് ശരിയാ, ഉണ്ണിച്ചേച്ചനെ കണ്ടിട്ട് എത്ര ദിവസമായെന്ന് പറയാം. മിനിക്കാണെങ്കിൽ ഇതിനൊന്നും എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയത്തില്ല. ആ സമയം അനസയും വിനോദവും ഇങ്ങനെ നടക്കുവാണ്. കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അനസയ പറഞ്ഞു, ഇതിപ്പോ ഒരിടത്തും എത്തിയില്ല വിനോദേട്ടാ, ഇത്ര
സമയം നടക്കണമായിരുന്നു ചോദിക്കും. അതെനിക്ക് അറിയത്തില്ല, എനിക്ക് തോന്നേ വഴി മാറിപ്പോയെന്ന് തോന്നേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ എന്റെ ബലമായ സംശയം, നമ്മൾ ഒരിക്കലും അവിടെ പോയി പ്രാർത്ഥിക്കരുത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നമുക്ക് വഴി മാറിപ്പോയെന്ന് തോന്നുന്നുണ്ടെന്ന് പറയണം. അപ്പോഴാണ് അവരുടെ കാതിൽ ആ മണിനാദം വന്ന് വീഴുന്നത്. കാരണം ക്ഷേത്രങ്ങളിലൊക്കെ പൂജ നടത്തുന്ന സമയത്ത് കേൾക്കുന്ന ആ മണിയൊച്ച. അതെ, വിനോദേട്ടൻ ഒന്ന് ശ്രദ്ധിച്ചേ, ഒരു മണിയൊച്ച കേൾക്കണില്ലെന്ന്. അത് ശരിയാ, പൂജ നടത്തുമ്പോ കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സ്ഥലത്ത് എത്തിയെന്നാ തോന്നുന്നേ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് നടക്കുവാണ്. അങ്ങനെ നടന്ന് കുറച്ചു പേരും ചെന്ന് കഴിഞ്ഞപ്പോ അവരാ കാഴ്ച കാണുന്നേ. ഉണ്ണിമോൾ ഉണ്ടാക്കി വെച്ച ആ ശിവലിംഗം അവിടെ പൂജ നടത്തുവാണ്. തിരുമേനിയും തന്ത്രിയും കുറച്ച് ആൾക്കാരും അതിന് ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. ആ, നമ്മളെ യഥാർത്ഥ സ്ഥലത്ത് തന്നെ വന്നെന്ന് തോന്നേ. പക്ഷെ എങ്കില് ശിവക്ഷേത്രമൊന്നുമല്ല, പക്ഷെ ഒരു ശിവലിംഗം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ശിവനെ തന്നെ ആയിരിക്കില്ലേ ഇവര് പൂജിക്കുന്നത്. പിന്നീട് അവരങ്ങോട്ട് കയറി ചെല്ലുവാണ്. ചെന്നിട്ട് അവിടെയുള്ള ചേട്ടനോട് ചോദിച്ചു, അല്ല ഇത് ക്ഷേത്രമാണെന്ന് ചോദിക്കുക. ക്ഷേത്രമൊന്നുമല്ല, ഈ കലശാഭിഷേകം ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ഷേത്രമാകും എന്ന് പറയാണ്. പിന്നീട് അവരവിടെ നിന്ന് രണ്ടുപേരും പ്രാർത്ഥിക്കുകയാണ്. മനസ്സിൽ എന്റെ ശിവഭഗവാനെ കാത്തോണേന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ഉണ്ണിമോളും ഗിരിദേവും വാവയും കൂടെ നടക്കുവാണ്. അപ്പൊ ഉണ്ണിമോള് പറഞ്ഞു, ദേ എത്ര ദിവസമായെന്നറിയാവോ, എനിക്ക് എന്റെ വീട്ടിൽ പോകണം. ഇപ്പൊ എന്നെ കാണാതെ എന്റെ മുത്തശ്ശിയും അച്ഛനും അമ്മയ്ക്ക് വിഷമിക്കുന്നുണ്ടായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, അതെന്തിനാ ഉണ്ണിമോൾ ഇപ്പൊ പോകണത്? ഉണ്ണിമോൾ പോകണ്ടെന്ന് പറയാം. ഗിരിദേവൻ ഇതൊക്കെ പറയാം, എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് പോണോന്ന് പറയാണ്. ഇത് എത്ര ദിവസമായി ഞാന് ഇത് ഇങ്ങോട്ട് വന്നോണ്ട് എനിക്ക് എന്റെ വീട്ടിൽ പോലും പോകാൻ പറ്റിയിട്ടില്ലെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗിരിദേവൻ ചോദിച്ചു, ഉണ്ണിമോൾ ഇങ്ങോട്ട് വന്നോണ്ട് ഉണ്ണിമോൾക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടായെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ഉണ്ണിമോൾ ഇന്നിങ്ങനെ ഒന്ന് ആലോചിച്ചു. ദോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ വീട്ടിൽ പോയിട്ട് വീട്ടുകാരെ കാണാനൊന്നും പറ്റിയിട്ടില്ല, അതൊരു ദോഷമാണ്. പിന്നെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണമുണ്ട്. എന്താണെന്നറിയാം, എനിക്ക് ആ വിഗ്രഹം ഉണ്ടാക്കാൻ പറ്റിയില്ലേ, ശിവലിംഗം. അത് മാത്രമല്ല എനിക്ക് കുട്ടിവാസുനെ പരിചയപ്പെടാനും പറ്റിയില്ലെന്ന് ചോദിക്കും. അത് രണ്ടും നല്ല കാര്യമാണ്, ഗുണമുള്ള കാര്യമല്ലേന്ന് ചോദിക്കും. നല്ല കാര്യമല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, അത് ശരിയാ, ആ ശിവലിംഗം ഉണ്ടാക്കാൻ പറ്റിയത് ഉണ്ണിമോൾക്ക് ഏറ്റവും നല്ല കാര്യമെന്ന് പറയണം. ഉണ്ണിമോൾ പറഞ്ഞു, ഇനി എന്തായാലും ഞാൻ പോകുമെന്ന് പറയണം. അപ്പം ആ പറഞ്ഞു, വേണ്ട ഉണ്ണിമോളെന്ന് പറയണം. വേണ്ട, എന്നെ തടയണ്ട. അപ്പൊ വണ്ടിയൊന്നും ഇല്ലോ, ഏതെങ്കിലും വരുന്ന വണ്ടിക്ക് കൈ കാണിച്ച് ഞാൻ പൊയ്ക്കോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിമോൾ അങ്ങ് നടക്കുമ്പോഴത്തേനും വാ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞ് തടയുവാണ്. ഗിരിദേവൻ പറഞ്ഞു, വേണ്ട വാവേ, ഉണ്ണിമോള് പോയിക്കോട്ടെ എന്ന് പറയണം. അങ്ങനെ ഉണ്ണിമോൾ രണ്ടും കൽപ്പിച്ചങ്ങ് നടക്കുവാണ്. ഏതെങ്കിലും വണ്ടി കിട്ടുവാണെങ്കിൽ കൈ കാണിച്ച് കയറി പോവാലോ. അപ്പം ഉണ്ണിമോളോട് ഗിരിദേവൻ ചോദിച്ചു, ഉണ്ണിമോൾക്ക് പേടിയാവില്ലെന്ന്. എന്തിനാ പേടിക്കണേ, പോകുന്ന വഴിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പേടി തോന്നിയ ഞാന് അതെ അയ്യപ്പസ്വാമിനെ വിളിക്കും, അയ്യപ്പസ്വാമിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അയ്യപ്പസ്വാമി എന്നെ കാത്തോളൂന്ന്. ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഉണ്ണിമോൾക്ക്. അതാണ് ഉണ്ണിമോൾ അങ്ങനെ നടക്കുന്നത്. അങ്ങനെ കുറെ ദൂരം കൂടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വേണ്ടേ, ആ നേതാവിനെ കൊന്ന ഒരു കൊലയാളി അവൻ ഉണ്ണിമോളെ കാണുകയാണ്. അവള് വരുന്നുണ്ട്, ഇന്ന് അവളെ തീർത്തിട്ടാണ് കാര്യം. കത്തിയൊക്കെ എടുത്തു വെച്ചിട്ട് നേരെ ഉണ്ണിമോളുടെ അടുത്തേക്ക് ചാടി വരുവാണ്. ഉണ്ണിമോൾ അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തിരിഞ്ഞോടുവാണ്. അങ്ങനെ തിരിഞ്ഞോടി നേരെ ഗിരിദേവന്റെയും ഭാവിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പത്തേനും അയാൾ ഓടി മറിഞ്ഞ് അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഗിരിദേവൻ പറഞ്ഞു, കണ്ടില്ലേ, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഉണ്ണിമോളോട് പോകണ്ടെന്ന് പറഞ്ഞ്. ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ വഴി പതുങ്ങിയിരിക്കുമെന്ന് പറയാം. ഇനി ഇപ്പൊ എന്ത് ചെയ്യൂന്ന് ചോദിക്കുവാണ്. എനിക്ക് പോകാനും പറ്റില്ലേ ഗിരിദേവാന്ന് ചോദിക്കാം. ഉണ്ണിമോൾ ഇങ്ങനെ കിടന്ന് ധൃതിപ്പെടല്ലേ, പോവേണ്ട സമയമാകുമ്പോ എന്താണെങ്കിലും പോയല്ലേ മതിയാവുള്ളൂ എന്ന് പറയാണ്. ഈ സമയം ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് വരുവാണ്. ആ പോലീസ് ജീപ്പിനകത്തുനിന്ന് SI 1-2 പേരും കൂടെ ഇറങ്ങണം. എന്നിട്ട് ചോദിച്ചു, ഉണ്ണിമോളല്ലേന്ന് ചോദിക്കണം. അതേന്ന് പറയണം. നിങ്ങൾ സ്റ്റേഷനിൽ വലിയ പറഞ്ഞോന്ന് പറയണം. എന്താ കാര്യം? അതെ, അവരെ ആ കൊലയാളികളെ കണ്ട ഏക ദൃക്സാക്ഷി കുട്ടിയാണ്. അപ്പൊ കുട്ടി വേണം അവരെ കണ്ടുപിടിക്കാൻ. ഞാനിങ്ങനെ രേഖാചിത്രം വരയ്ക്കുന്നുണ്ട്. അപ്പം മോള് വന്ന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം, അവർക്ക് രേഖാചിത്രം വരയ്ക്കാനാന്ന് പറയണം. ഇത് കേട്ടത് ഉണ്ണിമോൾക്ക് ഭയങ്കര പേടി. ഗിരിദേവൻ പറഞ്ഞ് പേടിക്കേണ്ട, പോയിക്കോളാൻ പറയണം. അങ്ങനെ ഉണ്ണിമോള് ജീപ്പിലേക്ക് കയറുക. ഉണ്ണിമോളെ കയറ്റിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. ഇത് അവിടെ മറിഞ്ഞിരിക്കുന്ന ഗുണ്ട കണ്ടു. അയാൾ പെട്ടെന്ന് എന്ത് ചെയ്യുവാണ്, തന്റെ ചിങ്കിടി ഒളിച്ചിരിക്കുന്ന ആ വീണ്ടും അങ്ങോട്ട് ചെല്ലുവാണ്. എടാ, ആകെപ്പാടെ പ്രശ്നമായെന്ന് പറയാം. എന്താ? ആ പെണ്ണില്ലേ, അവളെ പോലീസുകാർ പിടിച്ചോണ്ട് പോയെന്ന് പറയാണ്. നമ്മൾ ഇവിടെ നിന്ന് ആകെപ്പാടെ പ്രശ്നമാവും. നമ്മളെ മിക്കവാറും അവന്മാരെ വന്ന് പിടികൂടും. അത് മാത്രല്ല, നമ്മളെ വെട്ടിക്കൊല്ലുകയും ചെയ്യും. അതിനു മുമ്പ് നമുക്ക് എങ്ങോട്ടേലും പോകണം. നമുക്ക് വിദേശത്തേക്ക് കടന്നാലോ? എടാ, വിദേശത്തേക്ക് കടക്കാനോ? എങ്ങനെ? ഈ 2 മണിക്കൂറും കൂടി വിദേശത്തേക്ക് കടക്കാൻ പറ്റുമോ? ഒരു രേഖാചിത്രം വരയ്ക്കണമെങ്കിൽ 2 മണിക്കൂർ താമസം എടുക്കും. ആ 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ, ലുക്കൗട്ട് നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലെന്ന് പറയാം. അപ്പൊ ഇനി എന്ത് ചെയ്യും? എന്തെങ്കിലും ഉടനെ ചെയ്താൽ മതിയാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പിടിയിലാവുമെന്ന് പറഞ്ഞ് അവന്മാരങ്ങ് നടക്കുക. ആ സമയം അവന്മാരുടെ പുറകെ ഗുളികനും അങ്ങോട്ട് വരുവാണ്. ഈ സമയം ഉണ്ണിമോള് പോലീസ് സ്റ്റേഷനിൽ ഉണ്ണിമോളുടെ SI കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ഉണ്ണിമോള് പറഞ്ഞു, അതെ, കുറച്ചു മുമ്പ് വരെ അയാൾ എന്നെ കൊല്ലാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, കത്തിയായിട്ടെന്ന് പറയാൻ. നേരാണെന്ന് നിൽക്കും. അതേന്ന് പറയാണ്. അവന്മാർ അവിടെ തന്നെ ഉണ്ട്, എനിക്ക് ഉറപ്പാണെന്ന് ഉണ്ണിമോള് പോലീസുകാരോട് പറയാണ്. അങ്ങനെ
അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.